ഹലോ പീപ്പിൾ, ദിബിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 മെയ് 1 ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു മലയാള ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ ചിത്രം. കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസനൊക്കെയാണ്. സിനിമയുടെ ഒരു പ്രധാന കഥയെന്ന് പറയുന്നത് ആൽപ്പറമ്പിൽ ഗോപി എന്ന കഥാപാത്രമാണ് നിവിൻ പോളി അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടെ ധ്യാനുമുണ്ട്. ഈ ആൽപ്പറമ്പിൽ ഗോപി എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ജോലിക്കും പോകില്ല, കൂട്ടുകാരനുമൊത്ത് ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് കിടക്കുന്ന ഒരു കഥാപാത്രമാണ്. വീട്ടുകാർക്കും ദോഷമാണ്, നാട്ടുകാർക്കും ദോഷമാണ്. അങ്ങനെ ചുറ്റിപ്പറ്റി തൻ്റെ കൂട്ടുകാരൻ ചെയ്ത ഒരു പണിക്ക് അദ്ദേഹത്തിന് നല്ലൊരു പണി കിട്ടിയാണ് രാജ്യം വരെ വിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഒരു ജോലിക്ക് പോകാത്ത അദ്ദേഹം അങ്ങനെ ആ ജോലിക്ക് വേറൊരു രാജ്യത്തു നിന്ന് ജോലി ചെയ്യുകയും അവിടെയുള്ള കഷ്ടതകളെല്ലാം അനുഭവിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ രാജ്യത്തിലുള്ള ഫ്രീഡത്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. വളരെയധികം കണ്ടന്റ് നിറഞ്ഞ ഒരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ ഡിജോ ജോസ് ആന്റണി ലക്ഷ്യം വെച്ചത് പ്രവാസികളായിരുന്നു. പക്ഷേ അത് എല്ലാവർക്കും അത് അങ്ങനെ തിയേറ്ററിൽ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. പ്രവാസികളൊന്നും കഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഏറെക്കുറെയൊക്കെ സത്യമുള്ള കാര്യങ്ങളാണ്. കാരണം അവർ കഷ്ടപ്പെട്ടാണ് അവിടെ ചെന്ന് ജീവിക്കുന്നത്. ഇവിടെ പോലെയല്ല നാടും വീടും വിട്ട് അവരെ ജീവിതമെല്ലാം ഉപേക്ഷയാണ്, വീട്ടുകാർക്ക് വേണ്ടിയാണ് അവിടെ ചെന്ന് കഷ്ടപ്പെടുന്നത്. അത് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കാര്യമാണ്. കാരണം വെച്ചാൽ പുണ്യം ചെയ്യണം അങ്ങനത്തെ ഓരോ പ്രവാസികളെന്ന് പറയുന്നത്. അപ്പം വളരെയധികം അവരെ ജീവിതം പണയം വെച്ചുകൊണ്ടാണ് എല്ലാവരും കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. ബാക്കി ഒന്നുമില്ലാതെ ആയിട്ട് അവർ മാറുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയും കണ്ടുവരുന്നുണ്ട്. പക്ഷെ നല്ലൊരു കണ്ടൻറ്റുള്ള ഒരു കഥയൊക്കെ തന്നെയെങ്കിലും എനിക്ക് ഈ ധ്യാൻ നിവിൻ കോംബോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ നിവിനും സായിബുമായിട്ടുള്ള കോംബോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് രണ്ട് രാജ്യക്കാർ, ഒന്ന് ഇന്ത്യയും പാകിസ്ഥാനും, അവർ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കിഡിലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് ഒരു ഫീലിങ്സാണ്, ഇമോഷനാണ്. ധ്യാനും നിവിൻ എന്ന് പറയുന്നത് അത് അത്ര യൂസ് ചെയ്തിട്ടില്ല ഈ പറയുന്ന ഡയറക്ടർ. അതാണ് എനിക്ക് ഏറ്റവും പോരായ്മയായിട്ട് തോന്നിയത്. കണ്ടന്റ് വൈസ് അമേസിങ് സിനിമ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതുവരെയൊക്കെ കാണാത്തവരാണെങ്കിൽ സോണി ലിവ് വഴി മസ്റ്റ് വാച്ച് കാണാൻ ശ്രമിക്കുക. ബാക്കിയുള്ളവർ കാണണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ നിങ്ങൾ ഈ സിനിമയെന്ന് പറയുന്നത് ഞാൻ പറയും ഇപ്പം എൻ്റെ അഭിപ്രായം പോലെ ആയിരിക്കില്ല നിങ്ങളെ അഭിപ്രായം, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം, പല അഭിപ്രായങ്ങളായിരിക്കും ഒരു സിനിമയെക്കുറിച്ച്. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, അല്ല മറ്റുള്ളവരുടെ അഭിപ്രായം പിടിച്ചുകൊണ്ട് നടക്കുകയല്ല. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. എനിക്ക് സൂപ്പർ സിനിമ, വേറെ ഒന്നും പറയാനില്ല. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സോണി ലിവ് വഴി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വളരെയധികം നന്ദിയുണ്ട് വീഡിയോ കണ്ടതിന്.